ശ്രീ ജി ഗോപകുമാർ, അമിത്ഷായെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തികച്ചും ധാരണകൾ, യാഥാർത്ഥ്യ ബോധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അണികൾക്കിടയിൽ ആവേശം ജനിപ്പിക്കുക എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതോടൊപ്പം പടിപ്പടിയായി ഉയർന്നു വരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണോ ഇവിടെ BJP വെച്ച് പുലർത്തുന്നത്? കാരണം ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോലും ഒരു പക്ഷേ നാളെ DMKയ്ക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി TVK സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം DMKയ്ക്കെതിരായി വരികയും DMK ദുർബലമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് BJPക്ക് അനുകൂല ഘടകമാകും എന്നുള്ളൊരു ധാരണയും BJP വെച്ച് പുലർത്തുന്നുണ്ടോ? കാരണം മുൻപുള്ള രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ DMK BJPയിൽ ചേരായികയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും അധികാരവർഗത്തിന്റെ കൂടെ നിൽക്കാൻ ഏതൊരു ഘടകകക്ഷിയും തയ്യാറാകുന്നത് പോലെ നാളെ ഒരു കാലത്ത് അത്തരമൊരു അലയൻസ് കൂടി BJP വിഭാവനം ചെയ്യുന്നുണ്ട്. അല്ല, അതിനോട് യോജിക്കുകയാണ്. കാരണം ഈ രാഷ്ട്രീയത്തിൽ അസാധ്യമായ ഒന്നുമില്ല. ഒരു കാലത്ത് DMK BJPയിൽ അലയൻസിൽ ചേരില്ല, ഞങ്ങളൊരു വേറെ വലിയൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന കരുണാനിധിയൊക്കെ 99-ലും 2004 വരെ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. അതിനനുസരിച്ച് അവർക്കുള്ള ഗുണം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുകയും അത് നന്നായി ഉപയോഗിക്കാനും അതിനുള്ളൊരു പ്രത്യേക ഒരു പ്രാവീണ്യം DMKയ്ക്കുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരമൊരു റീഅലൈൻമെൻറ്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ 3 പ്രാദേശിക കക്ഷികൾ നമ്മുടെ മുമ്പിൽ തന്നെ ശക്തമായിട്ടുണ്ട്. അത് ADMK ആയാലും DMK ആയാലും. ADMK മുമ്പേ BJPയിലൂടെ നിന്നു, ഇപ്പോൾ അകന്നു, ഇല്ലെങ്കിൽ അകറ്റി നിർത്തിയിരിക്കുന്നു. DMK ഒരു കാലത്ത് BJPയുമായിട്ട് നാഷണൽ ലെവൽ അലയൻസ് ഉണ്ടായിരുന്നു. ഇനി വിജയിൻ്റെ കക്ഷിയും അതുപോലെ ഒരു മൂവ്മെൻ്റായിട്ട് വരില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെയുള്ള തമിഴ് വികാരം അവിടെ ശക്തമായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല DMKയ്ക്ക് ഉള്ള മറ്റൊരു പ്രശ്നം ഈ കുടുംബാധിപത്യമാണ്. മകൻ്റെ മകനും ഇങ്ങനെ ആ നിലയ്ക്ക് ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പോലെ ഒരു കുടുംബാധിപത്യ സംസ്കാരം പുലർത്തുകയും അത് തമിഴ്നാട്ടിലെ പൊതുവിലുള്ള ഒരു സ്വഭാവമുണ്ട്. അത് സിനിമയുടെ രാഷ്ട്രീയം മാത്രമല്ല, ഈ നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. അതിന് അന്ധമായ നേതൃത്വത്തെ അനുകരിക്കുന്നൊരു സ്വഭാവമുണ്ട്. കേരളത്തിലെ പോലെ എല്ലാ വിമർശന ബുദ്ധിയോടെ ഒരു ഹൈപ്പർ ക്രിട്ടിക്കൽ ക്യാരക്ടറിൽ കാണുന്നൊരു സൊസൈറ്റി അല്ല. അവിടെ ഒരു പൊതുസമൂഹം പോലും ശക്തമല്ല. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളും വിപ്ലവങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോഴുണ്ടാകുന്ന പുരോഗതിയും പുതിയതായിട്ട് വരുന്ന തലമുറയും അവരെല്ലാം മാറ്റത്തിന് ചിന്തിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച എന്തായാലും എടുത്തത് നന്നായി. കാരണം പൊടുന്നനവേ അല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് BJPക്ക് വിജയസാധ്യത ഉടനെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ ചർച്ചയാകും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മണ്ഡല പുനർനിർണ്ണയം അത് വല്ലാത്തൊരു കീറാമുട്ടിയാണ്. നമ്മളത് കുറച്ച് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുണ്ട്, അതൊരു ഫാക്ടറാണ്. അത് വരുമ്പോൾ തമിഴ്നാടിനും കേരളത്തിനും ഒക്കെ സീറ്റ് കുറയേണ്ടതാണ്. ഉള്ള സീറ്റ് നിലനിർത്തിയാൽ പോലും മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് സീറ്റ് വല്ലാണ്ടങ്ങ് കൂടുമ്പോൾ നയരൂപീകരണത്തിനകത്ത് ഫെഡറൽ ചോദ്യങ്ങളുണ്ടാകും. അത് അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അതൊക്കെ സോൾവ് ചെയ്യേണ്ടത് വരുംകാലത്ത് ഭരണകർത്താക്കളുടെ വലിയ ചുമതലയാണ്.